നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൺകുടിലിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദ് സത്യപ്രതിജ്ഞ ചെയ്തു. 125 കോടി ജനത അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്ന് രാംനാഥ് കോവിന്ദ്. നാളെ നടത്താനിരുന്ന PDP ഹർത്താൽ ഒഴിവാക്കി. പിന്മാറ്റം മദനി ആവശ്യപ്പെട്ടതിനെ തുടർന്ന്. കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം അധികാരഭ്രമമെന്ന് കെ സുധാകരൻ. റേഷൻ കാർഡിലെ അപാകതകൾക്കെതിരെ പ്രക്ഷോഭം നടത്തുമെന്നും സുധാകരൻ. തല്ലുകേസിൽ ജാമ്യം നിന്ന ആദിവാസി വൃദ്ധയുടെ ഭൂമി ജപ്തി ചെയ്യാൻ അളന്നു തിരിച്ചു. കണ്ണില്ലാത്ത നീതിക്ക് മുന്നിൽ പകച്ച് 70കാരി. മാനന്തവാടി നഗരസഭയിൽ അംഗൻവാടി ഹെൽപ്പർ വർക്കർ തസ്തികയിലേക്ക് CPIM കോൺഗ്രസ് സൗഹൃദ ഇന്റർവ്യൂ നടത്തുന്നത് പാർട്ടി നേതാക്കൾ. നെന്മേനി നറമാട് കോളനിയിൽ ശൗചാലയങ്ങളില്ല. ആദിവാസി കുടുംബങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യുന്നത് പൊതു ഇടങ്ങളിൽ. മജൂംദാർ രക്തസാക്ഷി ദിനാചരണത്തിന് മാവോയിസ്റ്റുകൾ. പോലീസ് ജാഗ്രതയിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പാർലമെന്റ് സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് JS കെഹാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മൺകുടിലിലാണ് താൻ ജനിച്ചതെന്നും പദവി രാജ്യം തന്ന ആദരമെന്നും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. രാഷ്ട്രത്തെ ഔന്നത്യങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുമെന്നും മുൻഗാമികളുടെ വഴിയിലൂടെ രാഷ്ട്രത്തെ നയിക്കുമെന്നും രാഷ്ട്രപതി. मुझे भारत के राष्ट्रपति पद का दायित्व सौंपने के लिए मैं आप सभी का हृदय से आभार व्यक्त करता हूं. 125 കോടി ജനത അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്ന് രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായി ചുമതലയേറ്റുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞു. 65.65% വോട്ട് നേടിയാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് രാംനാഥ് കോവിന്ദ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 1945-ൽ UPയിലെ കാൺപൂരിൽ പരംരംഗ് ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 16 വർഷം അഭിഭാഷകനായിരുന്നു. 2002-ൽ ഇന്ത്യയെ UN-ൽ പ്രതിനിധീകരിച്ചു. 1991-ലാണ് BJPയിൽ ചേർന്നത്. ഏറെക്കാലം BJP വക്താവായിരുന്നു. സുപ്രീം കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും അഭിഭാഷകനായിരുന്നിട്ടുണ്ട്. BJP ദളിത് മോർച്ച പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. മൺകുടിലിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര മൂല്യങ്ങൾ കൈവിടാത്തതായിരുന്നു. പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ഉച്ചയ്ക്ക് 12:15-നായിരുന്നു സത്യപ്രതിജ്ഞ. പാർലമെന്റ് മന്ദിരത്തിൽ രാംനാഥ് കോവിന്ദിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യസഭാ ഉപാധ്യക്ഷനും ഉപരാഷ്ട്രപതിയുമായ ഹമീദ് അൻസാരി, ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. രാവിലെ 10:30-ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സമാധിയായ രാജ്ഘട്ടിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് രാംനാഥ് കോവിന്ദ് സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം 3 സേനാ വിഭാഗങ്ങളുടെയും മേധാവികൾ രാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. ഉപചാരങ്ങളോടെയാണ് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി വിടവാങ്ങിയത്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. PDP നാളെ നടത്താനിരുന്ന ഹർത്താൽ ഒഴിവാക്കി. പാർട്ടി ചെയർമാന്റെ നിർദ്ദേശം അംഗീകരിച്ചാണ് ഹർത്താൽ ഒഴിവാക്കിയതെന്ന് പാർട്ടി വൈസ് ചെയർമാൻ സുബൈർ സബാഹി പറഞ്ഞു. മദനിക്ക് മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ NIA കോടതി ജാമ്യം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു PDP സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ചത്. ജാമ്യം ലഭിക്കുന്നതിനു വേണ്ടി മദനി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും സബാഹി പറഞ്ഞു. കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം അധികാരഭ്രമമെന്ന് KPCC ജനറൽ സെക്രട്ടറി K സുധാകരൻ. മാനന്തവാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അധികാരത്തിന്റെ പിന്നാലെ പോയി എത്തപ്പെട്ട ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് കോൺഗ്രസ് കരകയറണമെങ്കിൽ ത്യാഗം സഹിച്ച് പ്രവർത്തിക്കണമെന്ന് K സുധാകരൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഒന്നിവിടെ സൃഷ്ടിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി വേദനയും ഇത്തിരി ത്യാഗവും സഹിച്ചേ ആ സൃഷ്ടിക്ക് രൂപം പകരാൻ നമുക്ക് സാധിക്കും. അതൊരു പ്രകൃതിയുടെ നിയമമാണ്. കോൺഗ്രസ് ഒരു കാലത്ത് വലിയ പ്രസ്ഥാനമാണ്. പക്ഷേ ആ പ്രസ്ഥാനമല്ല ഇന്ന് എന്ന് നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി വിലയിരുത്തുക. ബ്ലോക്ക് പ്രസിഡന്റ് എക്കണ്ടി മൊയ്തൂട്ടി അധ്യക്ഷനായിരുന്നു. KPCC സെക്രട്ടറി KK അബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. KL പൗലോസ്, അഡ്വക്കേറ്റ് NK വർഗീസ്, കമ്മന മോഹനൻ, തങ്കമ്മ യേശുദാസ് എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, മാനന്തവാടി. റേഷൻ കാർഡ് വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് നേതാവ് K സുധാകരൻ.
സംസ്ഥാനത്തെ 12 ലക്ഷത്തോളം റേഷൻ കാർഡുകൾ BPL ആയിരുന്നത് APL ആക്കി മാറ്റിയതുമൂലം അർഹതപ്പെട്ട പാവപ്പെട്ട കർഷകരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ സുധാകരൻ പുൽപ്പള്ളിയിൽ കോൺഗ്രസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റേഷൻ കാർഡിലെ അപാകതകൾ പരിഹരിക്കാൻ ശ്രമിക്കാതെ പാവപ്പെട്ട കർഷകരെ അവഗണിക്കുന്ന സമീപനത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകും. കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് പരിഹാരം കാണാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ല. വയനാട് ജില്ലയ്ക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാക്കി ഫണ്ട് ചെലവഴിച്ചുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇത്തരം സമീപനങ്ങൾ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. TS ദിലീപ് കുമാർ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ, KPCC സെക്രട്ടറി KK അബ്രഹാം, MS വിശ്വനാഥൻ, മുൻ DCC പ്രസിഡന്റ് KL പൗലോസ്, DCC സെക്രട്ടറിമാരായ NU ഉൽഹന്നാൻ, PN ശിവൻ, BN ലക്ഷ്മണൻ, ജോണി പരത്തനാൽ, സുജാത ദിലീപ്, മണി പാമ്പനാൽ, KL ജോണി, വരേസ് മുരിയങ്കാവിൽ എന്നിവർ സംസാരിച്ചു. നിങ്ങളെ ആഭിമുഖ്യത്തിനനുസരിച്ച്, നിങ്ങളെ വിവേചനത്തിനനുസരിച്ച് നിങ്ങളെ ഭരണകർത്താക്കളെ തെരഞ്ഞെടുക്കാൻ സാധിക്കുന്ന അതിമനോഹരമായ ജനാധിപത്യ രാഷ്ട്ര സംവിധാനം ഇന്ത്യ രാജ്യത്ത് നൽകിയത് കോൺഗ്രസ് ആണ്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. നെന്മേനി മണ്ഡലം 178 നമ്പർ ബൂത്ത് കോൺഗ്രസ് കുടുംബയോഗം കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ, KL പൗലോസ്, NM വിജയൻ, DP രാജശേഖരൻ, എടക്കൽ മോഹനൻ, നിസി അഹമ്മദ്, TC ചന്ദ്രൻ, NA സാബു, അഫ്സൽ, നിയാസ്, ജഷീർ പള്ളിവയൽ തുടങ്ങിയവർ സംസാരിച്ചു. തല്ലുകേസിൽ ജാമ്യം നിന്ന ആദിവാസി വൃദ്ധയുടെ 40 സെന്റ് സ്ഥലം ജപ്തി ചെയ്യാൻ റവന്യൂ വകുപ്പ് നടപടി തുടങ്ങി. അടിപിടി കേസിലെ പ്രതി രാജൻ കോടതിയിൽ ഹാജരാക്കാത്തതിനെ തുടർന്ന് കോടതി ഉത്തരവിനെ തുടർന്നാണ് ജാമ്യക്കാരുടെ ഭൂമിക്ക് റവന്യൂ റിക്കവറി. നെന്മേനി കല്ലൂർ കോളനിയിലെ 70-കാരിയായ മുക്കിയാണ് തല്ലുകേസിൽ ജാമ്യം നിന്നതിന്റെ പേരിൽ കിടപ്പാടം നഷ്ടപ്പെടുമെന്ന ഭീതിയിലായത്. 2012 അയൽവാസിയായ രാജന്റെ കുടുംബത്തിലുണ്ടായ അടിപിടിയിൽ രാജന്റെ അമ്മായിയമ്മ മുരടിയുടെ തല പൊട്ടിയിരുന്നു. മുരടിയുടെ പരാതിയിൽ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജനെ ജാമ്യത്തിലെടുത്തത് മൂക്കിയും അയൽവാസി ചങ്ക്രുവുമാണ്. 1 വർഷം മുമ്പ് ചങ്ക്രു മരണപ്പെട്ടു. രാജൻ കോടതിയിൽ ഹാജരാകാതിരുന്നതാണ് ജാമ്യക്കാരിയായ മൂക്കിയുടെ സ്ഥലം റവന്യൂ റിക്കവറിക്ക് കാരണമായത്. 3 മാസങ്ങൾക്ക് മുമ്പ് ചീരാൽ വില്ലേജ് ഓഫീസിൽ നിന്നും ഇവർക്ക് നോട്ടീസ് ലഭിച്ചിരുന്നു. രാജൻ കോടതിയിൽ ഹാജരാക്കാത്തതും പിന്നീട് മൂക്കി ഹാജരാക്കാത്തതുമാണ് ജപ്തിക്ക് കാരണം. അറിവില്ലായ്മയാണ് കോടതിയിൽ ഹാജരാകാൻ കഴിയാത്തതെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും മൂക്കി പറഞ്ഞു. കോടതിയിൽ നിന്ന് സന്മനസ്സുണ്ടാകണമെന്നാണ് മൂക്കിയുടെ ആവശ്യം. മൂക്കിയുടെ ഏകമകൻ നാരായണൻ വികലാംഗനാണ്. ട്രൈബൽ വകുപ്പോ സർക്കാരോ ഇടപെട്ട് ഇവരെ നിയമപ്രശ്നങ്ങളിൽ നിന്നും ജപ്തിയിൽ നിന്നും രക്ഷിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. 40,000 രൂപയാണ് ഇവരിൽ നിന്ന് ഈടാക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അവര് ഇങ്ങനെ അളന്നു പോയി എൻ്റെ സ്ഥലം. എനിക്ക് വേറെ ഒരു മാർഗമില്ല, ഇത് മാത്രമേ ഞാൻ എവിടെ പോയി താമസിക്കും. ഞാൻ ഒരു ചുഖലാത്ത മോനാണ്. ഞാൻ പിന്നെ കഞ്ഞി കൊടുക്കുന്നത്, പണിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് അവർ അളന്നു പോയി നിങ്ങളെല്ലാവരും കൂടി എന്നെ ഒന്ന് സഹായിച്ച് തന്നാൽ മതി. എന്നാലും എൻ്റെ ഈ ഒരിക്കൻ്റെ ഭൂമി എടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. ബസ് പാസ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് മാനന്തവാടിയിൽ വിദ്യാർത്ഥികൾ KSRTC ഡിപ്പോ ഓഫീസ് ഉപരോധിച്ചു. വടക്കേ വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പാസ് അപേക്ഷയുമായി എത്തിയ വിദ്യാർത്ഥികളാണ് KSRTC ഡിപ്പോ ഓഫീസ് ഉപരോധിച്ചത്. തോൽപ്പെട്ടി, കണിയാമ്പറ്റ, വാളാട്, കുളത്താട്, കല്ലോടി, മട്ടിലയം, നിലവിൽപ്പുഴ, കൊട്ടിയൂർ, പുതുശ്ശേരി, നരോക്കടവ് എന്നീ റൂട്ടുകളിലെ 100 കണക്കിന് വിദ്യാർത്ഥികൾ പാസിന് അപേക്ഷയുമായി ഡിപ്പോയിലെത്തിയിരുന്നു. നിലവിൽ മാനന്തവാടി ഡിപ്പോയിൽ നിന്ന് അനുവദിക്കാൻ കഴിയുന്നതിലും അധികം പാസ് അനുവദിച്ചതുകൊണ്ട് പുതിയ പാസ് അനുവദിക്കില്ലെന്ന നിലപാട് KSRTC അധികൃതർ സ്വീകരിച്ചു. ഇതിനെതിരെയാണ് പ്രതിഷേധമുയർന്നത്. തുടർന്ന് നടന്ന ചർച്ചയിൽ പാസ് നൽകുന്നതിന് അപേക്ഷ സ്വീകരിച്ച് ചീഫ് ഓഫീസിൽ നിന്ന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പാസ് നൽകുമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. നിലവിൽ 43 ബസ്സുകളിൽ 3064 10 രൂപ പാസുകളും 570 പാസുകൾ 25% പണമടച്ചും വിദ്യാർത്ഥികൾക്ക് മാനന്തവാടി ഡിപ്പോയിൽ നിന്ന് അനുവദിച്ചതായി ATO പറഞ്ഞു. കല്ലോടി 1135, തോൽപ്പെട്ടി 136, തിരുനെല്ലി 152, തൃശ്ശിലേരി 277, വാരാമ്പറ്റ 264, വാളാട് 652, പുൽപ്പള്ളി 513, കൽപ്പറ്റ 260, കൊട്ടിയൂർ 135, നിലവിൽപ്പുഴ 199, ചേരിയങ്കൊല്ലി 20 പാസുകളും ഇതിനകം വിതരണം ചെയ്തു. മാനന്തവാടി ഡിപ്പോയിൽ നിന്ന് വിതരണം ചെയ്യാൻ കഴിയുന്നത് 1200 പാസുകൾ മാത്രമാണെന്നാണ് KSRTC അധികൃതരുടെ നിലപാട്. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഓഫീസറൊക്കെ കൃത്യമായിട്ട് അതിൽ സംസാരിച്ച് നമ്മളോട് കോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളുടെ അപേക്ഷ ഇവിടെ സ്വീകരിക്കും. അത്
ഒരാഴ്ച കൊണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാവും. 2 ആഴ്ച വരെ നമ്മൾ എന്താക്കും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഇവിടെ വന്നിട്ട് ഈ 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് കൊടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പാസ് കിട്ടിയിട്ടില്ല എങ്കിൽ വേറൊരു മുഖമായിട്ട് നമ്മളിവിടെ വരും. അന്നത്തേക്ക് നമുക്ക് പാസ് കിട്ടണം. ആ ഒരു ഉറപ്പാണ് നമ്മൾ. നിലവിലെ എല്ലാ റൂട്ടിലും ഇപ്പോൾ നമുക്ക് അനുവദിച്ചിരിക്കുന്നതിലും കൂടുതൽ പാസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സോണൽ ഓഫീസിൽ നിന്ന് കർശനമായ നിർദ്ദേശമുണ്ട്, ഇനി മുതൽ പാസ് ഇഷ്യൂ ചെയ്യില്ല. അതുകൊണ്ടാണ് നിർത്തിച്ചത്. ഈ ആളുകളെല്ലാം പാസിന് വേണ്ടി ഇന്ന് ഇവിടെ വന്നത് ഇതേ അവസ്ഥയിൽ ഇതാ പറഞ്ഞോളൂ. ഈ ആളുകളെല്ലാം പാസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളുകളാണ്. ഇത് ഇവരെ ഉൾപ്പള്ളി പഠിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ആളുകൾക്ക് ഇന്ന് രാവിലെ ഇവിടെ വന്നത്, ഇന്നിവിടെ വന്നപ്പോൾ ഇവർ പറയുന്നത് അപേക്ഷ സ്വീകരിക്കില്ല, അപേക്ഷ സ്വീകരിക്കേണ്ട സർക്കാരോട് 200 പാസ്, ഇത്രയും 200 ആളുകൾ 200 കുട്ടികൾക്ക് പാസ് അനുവദിച്ചിട്ടുള്ളൂ. അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതോടെ ഫുള്ളായി എന്നാണ് ഇവർ പറയുന്നത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. മാനന്തവാടി നഗരസഭയിൽ അംഗൻവാടി ഹെൽപ്പർ വർക്കർ തസ്തികയിൽ ഇന്റർവ്യൂ നടത്തുന്നത് പാർട്ടി നേതാക്കൾ. 15 ഒഴിവുകളിലേക്ക് CPIM കോൺഗ്രസ് കൂട്ടുകെട്ടിൽ 2 ദിവസമായി നടന്ന ഇന്റർവ്യൂവിൽ പങ്കെടുത്തത് 1500ഓളം ഉദ്യോഗാർത്ഥികൾ. ഇന്റർവ്യൂ പാർട്ടി പരിപാടിയാക്കുന്നതിനെതിരെ വാർത്താസമ്മേളനത്തിൽ സമരപ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് തടിയെടുത്തു. ഭരണകക്ഷിയായ CPIയും ഇന്റർവ്യൂ ബോർഡിന്റെ പടിക്ക് പുറത്ത്. CPIM പയ്യമ്പള്ളി ലോക്കൽ സെക്രട്ടറി, മാനന്തവാടി ലോക്കൽ കമ്മിറ്റി അംഗം KT ബിനു, മഹിളാ അസോസിയേഷൻ നേതാവ് തുടങ്ങിയവരെ ഉൾപ്പെടുത്തി അംഗൻവാടി ഹെൽപ്പർ വർക്കർ തസ്തികയിലേക്ക് നടത്തുന്ന ഇന്റർവ്യൂ തടയുമെന്നാണ് കോൺഗ്രസ് കൌൺസിലർമാർ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് കൌൺസിലർമാരുടെ ആരോപണം വകവയ്ക്കാതെയാണ് ഇന്നലെ മുൻ നിശ്ചയപ്രകാരം ഇന്റർവ്യൂ തുടങ്ങിയത്. പ്രതിഷേധക്കാരെ പ്രതീക്ഷിച്ച് ഇന്റർവ്യൂ സ്ഥലത്ത് വൻ പോലീസ് സംഘം നിലയുറപ്പിച്ചത് വെറുതെയായി. കോൺഗ്രസ് CPIM നേതാക്കൾ നടത്തിയ രഹസ്യ ചർച്ചയെ തുടർന്നാണ് പ്രതിപക്ഷ കൌൺസിലർമാർ രംഗമൊഴിഞ്ഞതെന്നാണ് ജനസംസാരം. ഇന്റർവ്യൂ തടയുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറിയത് സ്വന്തം കൌൺസിലർമാർക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇത്തരം കൂട്ടുകെട്ടിനെതിരെ DCCക്ക് പരാതി നൽകാനൊരുങ്ങുകയാണിവർ. ഭരണകക്ഷിയാണെങ്കിലും 15 തസ്തികകളിലേക്ക് ഇന്റർവ്യൂ നടത്തിയ ബോർഡിൽ CPIയുടെ ഒരംഗത്തെ പോലും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നതും വിചിത്രം തന്നെ. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. നെന്മേനി, കല്ലൂർ, നറമാട് ആദിവാസി കോളനികളിൽ ശൌചാലയങ്ങളില്ല. മലമൂത്ര വിസർജനം പൊതുസ്ഥലങ്ങളിൽ. മഴക്കാലത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിട്ടും ശൌചാലയങ്ങൾ നിർമ്മിക്കാൻ സ്വച്ഛ് ഭാരത് അഭിയാൻ നടപ്പാക്കുന്ന നാട്ടിൽ നടപടികളില്ല. കല്ലൂർ കോളനിയിലെ 3-ൽ പരം കുടുംബങ്ങളാണ് ശൌചാലയങ്ങളില്ലാതെ പൊതുസ്ഥലങ്ങളെ ആശ്രയിക്കുന്നത്. പരിസരവാസികൾക്കടക്കം ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കല്ലൂർ താഴെ കോളനിയിലെ മാധവൻ, മുരടി, കുങ്കി, മണി എന്നിവർക്കും ശൌചാലയങ്ങളില്ല. നറമാട് കോളനിയിലെ കുടുംബങ്ങളും കാടുകളെയാണ് ആശ്രയിക്കുന്നത്. കുട്ടികളും വൃദ്ധരുമടക്കമുള്ളവർ ശൌചാലയമില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴും സമ്പൂർണ്ണ ODS പ്രഖ്യാപനത്തിനൊരുങ്ങുകയാണ് സർക്കാർ. പഞ്ചായത്തും ആരോഗ്യവകുപ്പും മഴക്കാലപൂർവ്വ ശുചീകരണം തകൃതിയായി നടത്തിയപ്പോഴും അടിസ്ഥാനപരമായ ഇത്തരം ആവശ്യങ്ങളെ അവഗണിക്കുകയായിരുന്നു. കോളനികളിൽ പൊതു ശൌചാലയങ്ങൾ നിർമ്മിച്ചു നൽകി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യം ശക്തമാണ്. കക്കൂസും വീട് പറ്റ പോയതാണ്. അപ്പോൾ കക്കൂസിന് എഗ്രിമെൻ്റ് വെച്ചിട്ട് ഇന്ന് വരെ അതവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. വടക്കനാട് കാട്ടാന ശല്യം രൂക്ഷം. വാഴയും കവുങ്ങും ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ കാട്ടാന നിശേഷം നശിപ്പിച്ചു. കണ്ണീർപ്പാടുകൾ കർഷകർ പലതവണ ധരിപ്പിച്ചിട്ടും വനംവകുപ്പ് അധികൃതർക്കും ജനപ്രതിനിധികൾക്കും കുറ്റകരമായ ഉദാസീനത. ഫെൻസിംഗും കിടങ്ങുമില്ലാത്ത വനാതിർത്തിയിലൂടെ യാതൊരു തടസ്സവുമില്ലാതെ കർഷകരുടെ കൃഷിയിടങ്ങളിലെത്തുന്ന കാട്ടാനയെ നാട്ടുകാരുടെ പരാതി സഹിക്കെടുത്തുമ്പോൾ തുരത്തി വനത്തിലേക്ക് തിരിച്ചയക്കുകയല്ലാതെ ജനവാസ കേന്ദ്രത്തിൽ ആന ഇറങ്ങാതിരിക്കാൻ ശാശ്വതമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. റവന്യൂ, വനം അധികൃതർ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നാട്ടുകാർക്ക് നൽകിയ ഉറപ്പ് ഇതുവരെ പാലിച്ചിട്ടില്ല. കഴിഞ്ഞ രാത്രിയും കാട്ടാന ഇറങ്ങി കൃഷികൾ നശിപ്പിച്ചു. പാലക്കാട്ടിൽ ബിജു, ഈച്ചക്കുന്ന് അനീഷ്, മാടപ്പാട്ട് ജോർജ് എന്നിവരുടെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ ദിവസം കാട്ടാന നാശം വിതച്ചത്. 50ഓളം വാഴയും 25ലേറെ കായ്ഫലമുള്ള കവുങ്ങുകളും ഇന്നലെ ആന നശിപ്പിച്ചു. വിയർപ്പൊഴുക്കി വർഷങ്ങളോളം പരിപാലിച്ച് കൃഷികൾ ഫലം തരാനാകുമ്പോൾ കാട്ടാന ഇറങ്ങി നശിപ്പിക്കുന്നത് ഹൃദയഭേദകമാണ്. കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത അധികൃതർക്കെതിരെ ഈ മേഖലയിൽ ജനരോക്ഷം പുകയുകയാണ്. വയനാട് ന്യൂസ്, വടക്കനാട്. പുൽപ്പള്ളി പഞ്ചായത്തിലെ കണ്ടാമലയിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാന വയലിലെ ഞാറുകൾ വ്യാപകമായി നശിപ്പിച്ചു. വിളയാനിക്കൽ സണ്ണി, ശിവരാമൻ, കൃഷ്ണൻകുട്ടി തുടങ്ങിയവരുടെ വയലിലെ പാകമായ ഞാറുകളാണ് വ്യാപകമായി നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ചെതലയം റേഞ്ചിലെ നെയ്ക്കുപ്പ വനാതിർത്തിയിൽ നിന്നിറങ്ങിയ കാട്ടാനകളാണ് ആഴ്ചകളായി കൃഷിനാശമുണ്ടാക്കുന്നത്. പാകമായ ഞാറുകൾ ആനകൾ നശിപ്പിച്ചതോടെ ഒരുക്കിയ വയലുകളിൽ ഞാറു നടാൻ പറ്റാതായി. ബാങ്കുകളിൽ നിന്നും അയൽക്കൂട്ടങ്ങളിൽ നിന്നും വായ്പയെടുത്താണ് കർഷകർ നെൽകൃഷി ആരംഭിച്ചത്. ആനശല്യം വർദ്ധിച്ചതോടെ കൃഷിയിറക്കാനാകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ.
ആഴ്ചകളായി ഇറങ്ങുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഒരാഴ്ച മുമ്പ് IC ബാലകൃഷ്ണൻ MLAയുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നുവെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്നാണ് കർഷകർ പറയുന്നത്. നെൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് ആനശല്യത്തിന് പരിഹാരം കാണുന്നതിനായി വയലുകളിലൂടെ ഫെൻസിംഗ് വലിക്കാമെന്ന് അന്ന് യോഗത്തിൽ MLA ഉൾപ്പെടെയുള്ളവർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് കർഷകർ പറയുന്നത്. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ. ഇതുപോലെ ആന എങ്ങനെ കാല് കൊടുത്തു കഴിഞ്ഞാൽ ആ കാല് ചവിട്ടി മറിച്ച് കളഞ്ഞിട്ടും മരം കൊണ്ടയിട്ടിട്ടും നശിപ്പിച്ച് കളയുന്നുണ്ട്. വയലിൽ കൂടെ ഈ ഫെൻസിങ് വന്നു കഴിഞ്ഞാൽ കാല് ദൂരെ കാല് കൊടുക്കാൻ പറ്റും. അപ്പോൾ കാല് ചവിട്ടി മറിക്കില്ല. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPI മാനന്തവാടിയിൽ സായാഹ്ന ധർണ നടത്തി. ജില്ലാ കൌൺസിൽ അംഗം VK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. M ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. L സോമൻ നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ദിനേശ്, ബാബു, K സജീവൻ, അബ്ബാസ് പൊറ്റമ്മൽ, ജോണി മറ്റത്തിലാനി, അസീസ് തലപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർഷകർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മേപ്പാടിയിൽ മാർച്ചും ധർണയും നടത്തി. CS സ്റ്റാൻലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പ്രകാശ് ആനന്ദൻ അധ്യക്ഷനായിരുന്നു. V യൂസഫ്, MK മുരളി, C സഹദേവൻ, A ബാലചന്ദ്രൻ, P സ്വാമിനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാരു മജുംദാർ രക്തസാക്ഷി ദിനാചരണത്തിന് മാവോവാദികൾ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. ഈ മാസം 28 മുതൽ ഓഗസ്റ്റ് 2 വരെ രക്തസാക്ഷിത്വ ദിനം രാജ്യം മുഴുവൻ സമുചിതമായി ആചരിക്കാൻ CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തിരുന്നു. 1972 ജൂലൈ 28-നാണ് ചാരു മജുംദാർ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചത്. രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ പോലീസ് ജാഗ്രത പാലിക്കുന്നു. മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി പുറത്തിറക്കിയ സർക്കുലറിൽ നിലമ്പൂർ വനത്തിൽ കൊല്ലപ്പെട്ട കുപ്പുദേവരാജ്, അജിത എന്നിവരുടെയും ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷിനോജ് എന്ന രാജന്റെയും അടക്കം രക്തസാക്ഷി ദിനങ്ങൾ ആചരിക്കണമെന്ന് കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ മാസം 28 മുതൽ ഓഗസ്റ്റ് 2 വരെ ഒരാഴ്ചക്കാലത്തിനിടെ മാവോയിസ്റ്റുകൾ രക്തസാക്ഷി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പോലീസിനും വിവരം ലഭിച്ചിട്ടുണ്ട്. കന്യാകുമാരിയും ചിന്നമ്മയും ഉൾപ്പെടെ മാവോയിസ്റ്റ് വനിതാ നേതാക്കൾ ഈയിടെ കീഴടങ്ങിയ കർണാടകയിലെ ചിക്കമംഗലൂരിൽ ഇന്നലെ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി മാവോയിസ്റ്റ് പോസ്റ്ററുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടതായി തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അറിയിച്ചു. കൊല്ലപ്പെട്ട കുപ്പുദേവരാജിന്റെ കുടുംബം രക്തസാക്ഷി ദിനാചരണത്തിനായി തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ നിന്ന് തെലങ്കാനയിലേക്ക് പോയതായി ക്യൂ ബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകൾ, വയനാട്ടിലെ തിരുനെല്ലി, വെള്ളമുണ്ട, തലപ്പുഴ സ്റ്റേഷൻ പരിധികൾ, മലപ്പുറത്ത് നിലമ്പൂർ മേഖല, പാലക്കാട് അട്ടപ്പാടിയിലെ അഗളി പ്രദേശം എന്നിവിടങ്ങളിൽ മാവോയിസ്റ്റ് രക്തസാക്ഷി ദിനാചരണ പരിപാടികൾ നടക്കാനിടയുണ്ടെന്ന വിലയിരുത്തലിൽ പോലീസ് അതീവ ജാഗ്രതയിലാണ്. മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിൽ എല്ലായിടത്തുമോ ചില ശക്തി കേന്ദ്രങ്ങളിലോ പരിപാടി സംഘടിപ്പിക്കുമെന്ന ഉറച്ച ബോധ്യത്തിലാണ് രഹസ്യാന്വേഷണ വിഭാഗം. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. മേപ്പാടി ചുളുക്ക സ്കൂൾ പടിയിൽ സാമൂഹ്യവിരുദ്ധർ ഓട്ടോറിക്ഷ കത്തിച്ചു. K റിയാസിന്റെയും കുടുംബത്തിന്റെയും ജീവിതമാർഗമായിരുന്ന KL 12F 6024 നമ്പർ ഓട്ടോറിക്ഷയാണ് രാത്രിയിൽ കത്തിച്ചത്. വാഹനത്തിന്റെ സീറ്റുകൾ 30 മീറ്റർ അകലെ കൊണ്ടുപോയി കത്തിച്ച് ഉപേക്ഷിച്ച നിലയിലാണ്. റിയാസ് മേപ്പാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആരെ കത്തിച്ചെന്നില്ല ഞങ്ങൾക്കറിയില്ല. ആളതുവരെ ഞങ്ങൾക്ക് ഒരു തെളിവും കിട്ടിയിട്ടില്ല. പോലീസ് ഒന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അവർ പോയിക്കണ്. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയാലേ ആളാരാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. എപ്പോഴാണ് സംഭവിച്ചത്? 2 മണി രാത്രി 2 മണിക്കാണ് ഞങ്ങൾ തീ അണക്കണ്. ഒരു മാസം മുൻപ് ടാർ ചെയ്ത റോഡ് തകർന്നു. പുൽപ്പള്ളി പഞ്ചായത്തിൽ 20 ലക്ഷം രൂപ ചെലവിൽ ടാറിംഗ് പൂർത്തീകരിച്ച വിജയ LP സ്കൂൾ പാലമൂല റോഡാണ് തകർന്നത്. പുൽപ്പള്ളി പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് ടാറിംഗ് നടത്തിയത്. മെയ് അവസാന വാരത്തോടെയായിരുന്നു റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായത്. എന്നാൽ നിർമ്മാണത്തിലെ അപാകത മൂലം തകർന്ന റോഡിൽ വൻ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. 1.5 കിലോമീറ്റർ മാത്രം വരുന്ന ഈ റോഡിന്റെ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് കാണിച്ച് നാട്ടുകാർ പരാതി നൽകിയിരുന്നു. ടാറിംഗ് പ്രവൃത്തിയുടെ അപാകതകൾ പരിഹരിക്കാൻ തയ്യാറാകാത്തതാണ് റോഡ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. റോഡ് നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസിൽ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. റോഡ് തകരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പണിയുടെ അപാകതയാണ് ഏറ്റവും വലിയ. ഇതിൻ്റെ മറ്റുള്ള തരത്തിലുള്ള മെന്റൽസിന് വേറെ ആരും ഇത് നോക്കാറില്ലായിരുന്നു. ഇതിൻ്റെ വേണ്ടപ്പെട്ടവരാരും, പിന്നെ നമുക്കൊക്കെ നാട്ടുകാർ ഇതിലേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇതിനെക്കുറിച്ച് എഴുതിയിട്ട് പിന്നെ കഴിവിൻ്റെ പരമാവധി പറയാന്നല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. വയനാട് ന്യൂസ്, പുൽപ്പള്ളി.
മൂപ്പൈനാട് ജയ്ഹിന്ദ് അംഗൻവാടി കെട്ടിട നിർമ്മാണം അനിശ്ചിതത്വത്തിലെന്ന് പരാതി. അനുവദിച്ച ഫണ്ടിൽ നിന്ന് തുക വെട്ടിക്കുറച്ചെന്ന് നാട്ടുകാർ. മുറ്റം ഇന്റർലോക്ക് ചെയ്യലും ചുറ്റുമതിൽ നിർമ്മാണവും ടൈൽസ് പതിക്കലും ഫണ്ടില്ലാത്തതിനാൽ നിർത്തിവെച്ചു. 7.5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി പണി പകുതിയായ ശേഷം 5 ലക്ഷമാക്കി വെട്ടിച്ചുരുക്കിയെന്നാണ് പരാതി. മൂപ്പൈനാട് പഞ്ചായത്തിൽ 1-ാം വാർഡിലെ ജയ്ഹിന്ദിൽ പുതുതായി നിർമ്മിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. 7.5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുകയും ഗുണഭോക്തൃ കമ്മിറ്റി പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തി വരികയും ചെയ്യുന്നതിനിടയിൽ അനുവദിച്ച തുക 5 ലക്ഷമായി വെട്ടിക്കുറച്ചു എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അത് എത്രയും വേഗം അംഗീകരിച്ച ഫണ്ട് പൂർത്തീകരിക്കുകയും ഈ പറഞ്ഞിട്ടുള്ള ആ എസ്റ്റിമേറ്റ് പറഞ്ഞിട്ടുള്ള ടൈൽസ് വിരിച്ചിട്ട് അതുപോലെ തന്നെ ഇന്റർലോക്കൊക്കെ പണിയെടുത്ത് ചെളി ചവിട്ടാതെ കുട്ടികൾക്ക് അംഗൻവാടി പ്രവേശിക്കാനുള്ള സൗകര്യം ചെയ്തു തരാം. അതാണ് നമുക്ക് സർക്കാരിനോടും പഞ്ചായത്തിനോടും മറ്റു പൊതുജനങ്ങളോടും പറയും. ഇത് മറ്റൊരാളോട് യാതൊരു വിരോധമില്ല. ഇത് കക്ഷി രാശിയോ അല്ലെങ്കിൽ തൽപര കക്ഷിയോട് വിരോധമൊന്നുമില്ല. ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ പ്രദേശത്ത് ജയ്ഹിന്ദ് അംഗൻവാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ AKG എന്നെ പേര് AKG ബാലവാടിയാണ് ആദ്യം. മുറ്റം ഇന്റർലോക്ക് ചെയ്യലും ടൈൽസ് പതിക്കലും ചുറ്റുമതിൽ നിർമ്മാണവും ഒക്കെയാണ് ബാക്കിയുള്ള പ്രവൃത്തികൾ. ഇപ്പോഴുള്ള തുകയിൽ ഇതൊന്നും ചെയ്യാനാവില്ലെന്ന് കരാറുകാരൻ അറിയിച്ചതായി നാട്ടുകാർ പറയുന്നു. എന്നാൽ കമ്മിറ്റി കൺവീനർ 7.5 ലക്ഷത്തിന്റെ എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ബാക്കി തുക അനുവദിക്കുമെന്ന് മൂപ്പൈനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹർബാൻ സൈദലവി അറിയിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ വാല്യുവേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലെത്തുമെന്നും അവർ അറിയിച്ചു. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജോലിക്ക് കൂലി ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി പുൽപ്പള്ളി പഞ്ചായത്തിലെ ആദിവാസി കുടുംബങ്ങൾക്ക് മഴക്കാലത്തോടനുബന്ധിച്ച് നൽകുന്ന ഭക്ഷ്യകിറ്റ് വിതരണ ഉദ്ഘാടനം കാപ്പിസെറ്റ് ട്രൈബൽ ഓഫീസിൽ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ മോൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം NK രമേശൻ, ട്രൈബൽ ഓഫീസർ സുമേഷ്, സന്തോഷ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ സർക്കാർ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർന്ന് ഫുഡ് സപ്പോർട്ട് സ്കീം മഴക്കാലം ഈ കർക്കിടക മാസത്തിൽ ഓരോ കുടുംബങ്ങളിലും ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് നമ്മുടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും 15 കിലോ അരി, 1 കിലോ കടല, 1 കിലോ ചെറുപയർ, 1 കിലോ വെളിച്ചെണ്ണയും വീതം ഇന്നും നാളെയും ബുധനാഴ്ച വരെ 3 ദിവസങ്ങളിലായിട്ട് പഞ്ചായത്തിലെ എല്ലാ കോളനികളിലെയും ആളുകൾക്ക് വേണ്ടി വിതരണം ചെയ്യും. ഇരുവൃക്കുകളും തകരാറിലായ യുവാവിന്റെ ചികിത്സയ്ക്ക് ധനം സ്വരൂപിക്കാൻ ബത്തേരിയിൽ സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി. 16 റൂട്ടുകളിലെ 21ഓളം ബസ്സുകളാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഇന്ന് സേവനം ചെയ്തത്. ഒരു കൂട്ടം ബസ് ഉടമകളും ജീവനക്കാരും ഫേസ്ബുക്ക് കൂട്ടായ്മയായ ബസ് കേരളയും ചേർന്നാണ് കാരുണ്യയാത്ര സംഘടിപ്പിച്ചത്. ബത്തേരി ട്രാഫിക് SI സക്കറിയ കാരുണ്യയാത്ര ഉദ്ഘാടനം ചെയ്തു. 2 വൃക്കകളും തകരാറിലായി തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന മാടക്കര മംഗലത്ത് പ്രജീഷ് എന്ന 30-കാരന് വേണ്ടിയായിരുന്നു കാരുണ്യയാത്ര. ബത്തേരിയിൽ നിന്ന് താളൂർ, മാനന്തവാടി, ചീരാൽ, കല്ലൂർ, കൽപ്പറ്റ, തോട്ടാമൂല, മുത്തങ്ങ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന 21ഓളം ബസ്സുകളാണ് കാരുണ്യയാത്ര നടത്തിയത്. ഈ ബസ്സുകളിൽ ഇന്ന് ടിക്കറ്റ് നൽകുന്നില്ല. പകരം യാത്രക്കാർ നൽകിയ തുക പ്രജീഷിന്റെ ചികിത്സയ്ക്കായി നൽകും. ബസ്സുകളിലെ ഇന്നത്തെ വരുമാനവും ജീവനക്കാരുടെ ശമ്പളവും കാരുണ്യനിധിയിലേക്ക് നൽകുന്നുണ്ട്. ഗർഭിണിയായ ഭാര്യയും രോഗിയായ പിതാവും ഉൾപ്പെടുന്നതാണ് നിർധനനും രോഗിയുമായ പ്രജീഷിന്റെ കുടുംബം. പ്രജീഷിന്റെ തുടർ ചികിത്സയ്ക്ക് ഭീമമായ തുക ആവശ്യമാണ്. ഒരു കൈത്താങ്ങാകുകയാണ് ഫേസ്ബുക്ക് കൂട്ടായ്മ സംഘടിപ്പിച്ച കാരുണ്യയാത്ര. പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ 2 കിഡ്നിയും നഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി ഇന്ന് ഞങ്ങൾ ഓടുന്ന മുഴുവൻ വരുമാനവും തൊഴിലാളികളുടെ വേതനവും മറ്റുള്ള നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളും കൂടി ഇന്ന് ഈ യാത്ര ഒരു വലിയൊരു സംഭവമാക്കി ആ കുടുംബത്തെ രക്ഷിക്കുവാൻ ഈ നാട്ടിലെ എല്ലാ നാട്ടുകാരോടും സുഹൃത്തുക്കളും അഭ്യർത്ഥിക്കുകയാണ്. AP ഷാജി, വയനാട് ന്യൂസ്, ബത്തേരി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൺകുടിലിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയായി രാംനാഥ് കോവിന്ദ് സത്യപ്രതിജ്ഞ ചെയ്തു. 125 കോടി ജനത അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്ന് രാംനാഥ് കോവിന്ദ്. നാളെ നടത്താനിരുന്ന PDP ഹർത്താൽ ഒഴിവാക്കി. പിന്മാറ്റം മദനി ആവശ്യപ്പെട്ടതിനെ തുടർന്ന്. കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം അധികാരഭ്രമമെന്ന് K സുധാകരൻ. റേഷൻ കാർഡിലെ അപാകതകൾക്കെതിരെ പ്രക്ഷോഭം നടത്തുമെന്നും സുധാകരൻ. തല്ലുകേസിൽ ജാമ്യം നിന്ന ആദിവാസി വൃദ്ധയുടെ ഭൂമി ജപ്തി ചെയ്യാൻ അളന്നു തിരിച്ചു. കണ്ണില്ലാത്ത നീതിക്ക് മുന്നിൽ പകച്ച് 70കാരി. മാനന്തവാടി നഗരസഭയിൽ അംഗൻവാടി ഹെൽപ്പർ വർക്കർ തസ്തികയിലേക്ക് CPIM കോൺഗ്രസ് സൗഹൃദ ഇന്റർവ്യൂ നടത്തുന്നത് പാർട്ടി നേതാക്കൾ.
നെന്മേനി നറമാട് കോളനിയിൽ ശൗചാലയങ്ങളില്ല. ആദിവാസി കുടുംബങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യുന്നത് പൊതു ഇടങ്ങളിൽ. മജൂംദാർ രക്തസാക്ഷി ദിനാചരണത്തിന് മാവോയിസ്റ്റുകൾ. പോലീസ് ജാഗ്രതയിൽ. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.